ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണിരിക്കുകയാണ് ആതിര. തലയിടിച്ചാണ് വീണത്. അതുകൊണ്ട് തന്നെ ആതിരയുടെ ബോധവും പോയി. ഇതിന് കാരണം അവന്തികയാണ്. എന്നാൽ അവന്തികയുടെ ഈ ചതി ആരും ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ആതിര വീണപ്പോൾ ആദ്യം കണ്ടത് അവന്തികയും തന്നെ. അവിടേക്ക് സേതുവും അർച്ചനയും അമ്പിളിയൊക്കെ ഓടിയെത്തി. ഒരു ഞെട്ടലോടെയാണ് അവരെല്ലാം ഓടിയെത്തിയത്. ആതിരെ എന്ന് ഒരുപാട് തവണ അവരെല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നാൽ ആതിരയ്ക്ക് ഇതുവരെ ബോധം വന്നില്ല. എന്ത് പറ്റിയതായത് എന്ന് സേതു അതിനിടയിൽ ചോദിക്കുന്നുണ്ട്. അർച്ചന തുടച്ചിട്ടതിനിടയിൽ വെള്ളം ഉണങ്ങിയില്ലായിരുന്നോ എന്ന് അവന്തിക പറയുന്നു. വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേ എന്ന് സേതുവും. ആകെ പേടിച്ചിരിക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് ആതിരയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നുണ്ട്. സന്ദീപും സച്ചിയും കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ അർച്ചനയും സേതുവുമുണ്ട്. എല്ലാവരും വളരെ വിഷമത്തിലാണ്. ശേഷം ആതിരയെ ഐസിയുയിലേക്ക് മാറ്റിയിരിക്കുന്നു. പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. താൻ കാരണമാണ് ആതിരയ്ക്ക് ഇത് സംഭവിച്ചത് എന്ന് അർച്ചന ഇപ്പോൾ വിശ്വസിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് സച്ചി എത്തി. അർച്ചനയോട് ശരിക്കും എന്താ ഉണ്ടായതെന്ന് സച്ചി ചോദിച്ചു. കരഞ്ഞുകൊണ്ട് ആ നിമിഷത്തെപ്പറ്റി ആലോചിക്കുകയാണ് അർച്ചന സ്റ്റെപ്പ് തുടച്ചുകൊണ്ട് നിന്നപ്പോൾ അമ്പിളി അടുക്കളയിലേക്ക് വിളിച്ചു. അങ്ങനെ അതവിടെ വെച്ചിട്ട് അർച്ചന അടുക്കളയിലേക്ക് പോയി. പിന്നെ അർച്ചന വന്ന് നോക്കുമ്പോൾ ആതിര അവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. എന്നാൽ അവന്തിക ഇതിനിടയിൽ ചെയ്ത ചതി അർച്ചന ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. ഞാൻ കാരണമാ സച്ചിയേട്ടാ ഇതൊക്കെ ഉണ്ടായത് എന്നെ കരഞ്ഞുകൊണ്ട് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, താൻ എന്തൊക്കെയായി പറയുന്നത്? അതെങ്ങനെയാ താൻ കാരണമാവുന്നത്? ആതിര തെന്നി വീണതല്ലേ? വെള്ളം എടുത്തൊഴിച്ചത് ഞാനാണ്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും ഉണ്ടാവുമെന്ന് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചന താൻ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കണ്ട. ആതിരയ്ക്ക് ഇങ്ങനെ പറ്റൂന്ന് കരുതിയല്ലല്ലോ താൻ ഇങ്ങനെ ചെയ്തത്. താൻ മാറി നിൽക്കണ്ട, വന്നേ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സച്ചി. ഇതേ സമയം ആതിരയെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. സേതു സന്ദീപിനോട് പറയുന്നു, ആതിര ഗർഭിണിയാണെന്നും അവളെ നന്നായിട്ട് സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് നേരം ആയില്ല. അതിനു മുന്നേ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതിന്റെ കാരണക്കാരാരാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സന്ദീപേ, നീ ഒന്നുകിൽ ആതിരയെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ആതിരയെ നോക്കാൻ മാത്രമായിട്ട് ഒരാളെ ജോലിക്ക് ഏർപ്പാടാക്കണം. അർച്ചന മുന്നിലേക്ക് വന്നപ്പോഴാണ് സേതു ഇത് പറയുന്നത്. ഒന്നും മിണ്ടാതെ അർച്ചന വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ വീട്ടിൽ ആർക്കും ഒന്നിനും സമയമില്ലല്ലോ. അവനിക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ പേടിയാണെന്ന് പറയുന്നു. അതാ ഇങ്ങോട്ട് പോലും വരാത്തത്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കണം എല്ലാത്തിനും. നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം ഇനി ഇതുപോലെയൊന്നും ഉണ്ടാകരുത് എന്നും പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് പോകുന്നു. വീണ്ടും അർച്ചന കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷമത്തോടെ സന്ദീപ് നിൽക്കുന്നു. ഡോക്ടർ ഈ സമയം ആതിരയെ പരിശോധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോയിൽ വളരെ ധൃതിയോടെ ടെൻഷനോടെയും എത്തുകയാണ് അനൂപും കമലയും മീരയും മാഷും ഒക്കെ. ടെൻഷനോടെ അവർ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അർച്ചനയും സന്ദീപും സച്ചിയൊക്കെ അവിടെ ഇരിക്കുന്നത്, കമലയൊക്കെ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് അവരവിടെ എത്തിയിട്ട് എന്താ മോളെ എന്ന് അർച്ചനയോട് ചോദിക്കുന്നു. സ്റ്റെപ്പിൽ തെന്നി വീണതാണെന്ന് അർച്ചന പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ടെൻഷനോടെ വീണ്ടും കമല ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, പരിശോധിക്കുന്നേ ഉള്ളൂ എന്ന് വിഷമത്തോടെ അർച്ചനയും പറയുന്നുണ്ട്. ആ സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ആതിരയുടെ ഹസ്ബൻഡ് ആരാണെന്ന് ഡോക്ടർ ചോദിച്ചു. സന്ദീപ് ഞാനാണെന്ന് പറഞ്ഞു. ഒരു ഗർഭിണിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു കുഞ്ഞിനെ നോക്കുന്നത് എങ്ങനെയാണോ അത്രയും കെയർ തന്നെ ഗർഭിണിയായ ഒരു പെൺകുട്ടിക്കും കൊടുക്കണം. ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാകണം. ഇങ്ങനെ ഒരു വീഴ്ചയിൽ സാധാരണ അബോർഷൻ ആകേണ്ട സാധ്യത കൂടുതലാണ്. പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തൽക്കാലം ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സമാധാനമാകുന്നത്. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അധികം ശ്രദ്ധ ഉണ്ടെങ്കിലേ പറ്റൂ. വയറിടിച്ച് വീഴാത്തത് കൊണ്ടാണ് ആതിരയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റാത്തതും. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. ആ കുട്ടിക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. ഇനി എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് നന്നായിട്ട് ആ കുട്ടിയെ കെയർ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ഇപ്പോൾ പേഷ്യൻ്റ് ഉറങ്ങുകയാണ്. ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും ഡോക്ടർ പറഞ്ഞു. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ ആക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത്. തൽക്കാലം ഒരു സമാധാനത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. സേതുവും മാഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സേതു മാഷിനോട് പറയുന്നു, മാഷേ, എൻ്റെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ മകൾക്കൊരു അത്യാഹിതം ഉണ്ടായി. അതിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനഃപൂർവ്വമായി ഞങ്ങൾ ഒന്നും ചെയ്തതല്ല. നിങ്ങളുടെ തന്നെ മൂത്ത മകളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം. ഇത് കേട്ട് അർച്ചന അവർക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നു.
ഇനിമേലിൽ ആതിരയ്ക്ക് അവിടെ ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ഇത് കേട്ട് മാഷി പറയുന്നു, സേതു എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ? സേതു പറയുന്നു, അല്ല മാഷേ, സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ശ്രദ്ധക്കുറവിൽ നിന്നും ഉണ്ടായതാണ്. അതും എൻ്റെ ഉൾപ്പെടെ. അത് ഇനിയും ആവർത്തിക്കാതെ നോക്കാം എന്നാണ് എൻ്റെ വാക്ക്. ശേഷം കാണിക്കുന്നത് ആതിരയെ കാണാൻ എല്ലാവരും മുറിയിലേക്ക് കയറി. സ്നേഹത്തോടെ ആതിരയുടെ തലയിൽ തലോടുകയാണ് കമല. മീരയും അരികിൽ തന്നെയുണ്ട്. അർച്ചന വിഷമത്തോടെ ആതിരയുടെ അരികിലേക്കിരിക്കുന്നു. പുറത്ത് അനൂപ് ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. അനൂപ് അച്ഛനോട് പറയുന്നു, അച്ഛാ ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാടാ എന്ന് മാഷേ. വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് അനൂപ്. മോനെ, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ ദേഷ്യപ്പെടരുത്. ഞാൻ കുറച്ച് ദിവസം ആതിരയോടൊപ്പം അവിടെ പോയി നിൽക്കാം. ആതിരയുടെ ഈ അവസ്ഥയിൽ അച്ചുവിനെ കൊണ്ട് നോക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടാകില്ല. ഇത് കേട്ട് മീര പറയുന്നുണ്ട്, അമ്മയെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകാം. അമ്മയ്ക്ക് ഈ സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഞാൻ പോയി ആതിരയോടൊപ്പം നിൽക്കാം. ഇത് കേട്ട് അനൂപ് ദേഷ്യത്തോടെ പറയുന്നു, നിങ്ങൾക്കൊക്കെ എന്താ? നിങ്ങളെ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചോ? ആതിരെ അവിടെ ആരെങ്കിലും നോക്കിക്കോളും. അതിനുവേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോകണ്ട. അവളുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? അവളുടെ കാര്യം അവൾ തന്നെ നോക്കിക്കോളും. അവളുടെ ജീവിതം ജീവിക്കട്ടെ. നമ്മളാരും ഒരു ശല്യത്തിനും പോകണ്ട. അതിൻ്റെ ആവശ്യമില്ല. എനിക്കിഷ്ടമല്ല അത്. അവൾക്കൊരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി, കൊണ്ടുവന്നു. അതിനപ്പുറം ഒന്നും വേണ്ട. മീര പറയുന്നു, അനൂപേട്ട വാശി കാണിക്കാനുള്ള സമയമല്ല ഇത്. ഡോക്ടർ പറഞ്ഞത് അനൂപേട്ടനും കേട്ടതല്ലേ, ഒരാൾ എപ്പോഴും ആതിരയോടൊപ്പം ഉണ്ടാകണമെന്ന്. അവിടെ ആർക്കാ അതിന് സമയം? അർച്ചനയ്ക്ക് അവളുടെ കാര്യം നോക്കണ്ടേ? ഇനി നമ്മുടെ അശ്രദ്ധ കാരണം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ കുഞ്ഞിനെ മാത്രമല്ല ആതിരയുടെയും ജീവൻ ആപത്താണ്. എത്ര പിണക്കമെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്കൊരു ആപത്ത് വരുന്നത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഗർഭിണിയായ ഒരാളെ നോക്കി അവിടെ ആർക്കും മുൻപരിചയമില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് കേട്ട് മാഷി പറയുന്നു, മീര പറയുന്നതിലും കാര്യമുണ്ട്. കുറച്ച് ദിവസത്തേക്ക് മീര അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വാശി കാണിച്ചിരുന്നാൽ പിന്നെ അതോർത്ത് വിഷമിക്കേണ്ടി വരും. മീരെ, നീയും ആതിരയോടൊപ്പം നെല്ലിശ്ശേരിയിലേക്ക് പോയിക്കോ. നിന്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ അവിടെ എത്തിക്കാം. ആവണി മോളെ ഞങ്ങൾ നോക്കിക്കോളാം. കമല പറയുന്നു, അനൂപ് ഇനിയൊന്നും പറയില്ല. അനൂപ് അഥവാ എന്നെ തടഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് പോകാൻ എൻ്റെ മകന്റെ അനുവാദം ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അനൂപ് ഒന്നും മിണ്ടുന്നില്ല. എന്തൊക്കെ കുറ്റം ചേരുമെന്ന് പറഞ്ഞാലും ഞാൻ പ്രസവിച്ച് വൃത്തിയല്ലേ അകത്ത് കിടക്കുന്നത്. എനിക്കങ്ങനെ കണ്ടില്ലാന്ന് നടിക്കാൻ സാധിക്കില്ല. അനൂപിന് സ്നേഹമുണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആ സമയം സച്ചി അവരുടെ അടുത്തേക്ക് വന്നു. മാഷി ചോദിക്കുന്നുണ്ട്, സച്ചി, മീര കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? മീരയെടുത്ത് വന്ന് നിൽക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. ഇത് കേട്ട് മാഷി പറയുന്നു, അപ്പോൾ ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല, മീര നിങ്ങളുടെ ഒപ്പം വരും. ഇത് കേട്ട് ദേഷ്യത്തോടെ അനൂപ് അവിടെ നിന്ന് പോകുന്നു. അനൂപേട്ടന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ വിഷയമൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. എന്നിട്ട് അമ്മയോട് പറയുന്നു, അമ്മേ, അനൂപേട്ടൻ ദേഷ്യം വന്നാ ഇറങ്ങിയത്. നിങ്ങൾ ചെല്ലേ ഇനിയിപ്പോ, അല്ലെങ്കിൽ അതും മതി. അമ്മ പോട്ടെ മോളെ, അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്നാ കരുതിയത്. പക്ഷേ എപ്പോഴും മക്കളെ സന്തോഷത്തോടെ കാണാനും അവരോടൊപ്പം ജീവിക്കാനും ഭാഗ്യമില്ലാത്തൊരു അമ്മയായി പോയില്ലേ ഞാൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കമല. അവളോട് നീ പറഞ്ഞേക്കണം അമ്മ വന്നിരുന്നു എന്ന്, അവളെ കണ്ടിട്ട് പോയി എന്ന്. എന്നിട്ട് മാഷിനെ വിളിച്ച് പോവുകയാണ് കമല. സച്ചിയോടും യാത്ര പറഞ്ഞിട്ടാണ് കമല പോകുന്നത്. ഈ സമയം ആതിരയോടൊപ്പം അർച്ചനയുണ്ട്. ആതിര കണ്ണു തുറന്നു. സന്ദീപ് ആതിരയുടെ അടുത്തേക്ക് വന്നു. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലോണം റെസ്റ്റ് എടുക്കണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ സന്ദീപ് ആതിരയോട് പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അർച്ചന ആതിരയോട് പറയുന്നു, മോളെ, ചേച്ചിക്ക് അറിയാതെ പറ്റിപ്പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. ആതിര പറയുന്നു, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങി വന്നോണ്ടല്ലേ വീണത്. എൻ്റെ ചേച്ചി എന്നോട് മനഃപൂർവ്വം ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ. ചേച്ചി അതോർത്ത് കരയുകയൊന്നും വേണ്ട. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ആതിര പറയുന്നുണ്ട്. നീ എങ്ങനെയാ വീണത് എന്ന് സന്ദീപ് ചോദിക്കുന്നു. ഞാൻ മുകളിൽ നിന്നപ്പോൾ അവൻ്റെ അടുത്ത് എന്നെ താഴേക്ക് വിളിച്ചിരുന്നു എന്നെ ആതിര പറഞ്ഞപ്പോൾ തന്നെ ചില സംശയം അർച്ചനയ്ക്ക് തോന്നുന്നുണ്ട്. സ്റ്റെപ്പിൽ വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ വീണതാണ് എന്നും ആതിര പറയുന്നു. സച്ചിയും മീരയും അവിടേക്ക് വന്നു. അച്ഛനും അമ്മയും അനൂപേട്ടനും വന്നിട്ടുണ്ടായിരുന്നു എന്ന് സച്ചി പറഞ്ഞതും ഒരുപാട് സന്തോഷത്തോടെ കിടക്കുകയാണ് ആതിര. എന്നിട്ട് അവിടെ നോക്കുന്നുണ്ട് അവരൊക്കെ പോയി എന്ന് സച്ചി പറയുന്നു. പെട്ടെന്ന് ആതിരയുടെ മുഖം വാടി. തനിക്ക് സഹായത്തിന് കുറച്ച് ദിവസം മീരയെടുത്ത് വീട്ടിലുണ്ടാകും. ഒന്നുകൊണ്ടും ഒരു ടെൻഷന് വേണ്ട കേട്ടോ എന്നും സന്ദീപ് ആതിരയോട് പറയുന്നു. സന്ദീപേ, വേദന കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എനിക്കിവിടെ വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് ആതിര പറയുന്നു. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അർച്ചന ആതിര കിടന്ന മുറിക്ക് പുറത്തേക്ക് വരുന്നു. സന്ദീപ് പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ആതിര പറഞ്ഞതും ഓർക്കുന്നു. അർച്ചനയുടെ അരികിലേക്ക് മീര വന്നിട്ട് ചോദിക്കുന്നു, എന്താ അർച്ചനയെന്ന്. എടുത്തി, അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തിക്ക് അറിയാലോ.
ആതിര അവിടേക്ക് വന്നതിന്റെ ദേഷ്യം ആർക്കും മാറിയിട്ടില്ല. പ്രത്യേകിച്ചും അവന്തിക ഇടത്തേക്ക് മനയ്ക്കും. അവരെ മുള്ളും മുനയും വെച്ച് സംസാരിക്കോ, എടുത്തിയായിട്ട് അവരോട് പ്രശ്നത്തിനൊന്നും പോകരുത്. മീര പറയുന്നു, അതെന്തിനാ അവര് മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത്, മര്യാദയ്ക്ക് സംസാരിച്ചാ പോരെ. സന്ദീപ് താലി കെട്ടി പെണ്ണല്ലേ ആതിര, അപ്പോ ആ വീട്ടിലുള്ളവരെ പോലെ അവൾക്കും അവിടെ അവകാശം ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരും നിൽക്കേണ്ടടുത്ത് നിന്നാൽ ഞാനായിട്ട് ആരെയും ഒന്നും പറയില്ല. കൂടുതൽ തലയിൽ ഇരുന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. അതിപ്പോ അവന്തികയായാലും ശരി, അവളുടെ അനിയത്തി അനഘയായാലും ശരി. ആതിരയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളും ബുദ്ധിമുട്ടിക്കത്തില്ല. ഇനി അതല്ല, മനഃപൂർവ്വം മെക്കിട്ട് കയറാനാണെങ്കിൽ എനിക്കറിയാം എന്തു വേണോന്ന്. യഥാർത്ഥത്തിൽ മീര അവിടേക്ക് പോണം. മീരയ്ക്ക് മാത്രമേ അവന്തികയ്ക്കും അനഘയ്ക്കും ഇട്ട് 2 എണ്ണം കൊടുക്കാൻ സാധിക്കൂ. വാക്കുകൊണ്ട് അർച്ചനെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവന്തികയ്ക്കെതിരെ ഇത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.